ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും അധികം ആരാധക പിന്തുണയുള്ള താരങ്ങളിൽ ഒരാളാണ് സഞ്ജു. ഈ IPL-ൽ ഏറ്റവും നിരാശപ്പെടുത്തിയ ടൂർണമെന്റുകളിൽ ഒന്നായി സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസിന്റെ ടൂർണമെന്റുകളെല്ലാം തന്നെ മാറിക്കഴിഞ്ഞു. ബാറ്ററുടെ റോളുകൾ മാത്രമല്ല, ക്യാപ്റ്റന്റെ കുപ്പായത്തിലും ഈ സീസൺ അദ്ദേഹത്തിന് സന്തോഷിക്കാൻ യാതൊന്നും നൽകിയിട്ടില്ല. രാജസ്ഥാൻ റോയൽസ് ടീം പ്ലേ ഓഫ് പോലും കാണാതെ ടൂർണമെന്റിൽ നിന്നും പുറത്തായി കഴിഞ്ഞപ്പോൾ സഞ്ജു ആകട്ടെ പരിക്കേറ്റ് വിശ്രമത്തിലാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. 7 മത്സരങ്ങൾ മാത്രമേ ഈ സീസണിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ. ഇനി ടീമിലേക്ക് മടങ്ങിയെത്തുമോ എന്ന് പോലും ഇപ്പോൾ സംശയം നിലനിർത്തുകയാണ്. റോയൽ ടീമിനോടൊപ്പം തന്നെ IPL-ലെ ഈ പ്രകടനം ഇന്ത്യൻ T20 ടീമിന്റെ സഞ്ജുവിന്റെ സ്ഥാനത്തെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ടൂർണമെന്റിൽ തകർപ്പൻ പ്രകടനവുമായി ചില താരങ്ങൾ അദ്ദേഹത്തിന് വലിയ ഭീഷണിയായി മാറിയിട്ടുമുണ്ട്. സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ഥാനം തട്ടിയെടുക്കാൻ സാധ്യതയുള്ള ഈ താരങ്ങൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. IPL-ൽ വിവിധ ഫ്രാഞ്ചൈസികൾക്കായി തകർപ്പൻ ഫോമിൽ കളിക്കുന്ന 5 താരങ്ങളെയാണ് ഇന്ത്യൻ T20 ടീമിലെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് സഞ്ജു സാംസൺ ഏറ്റവും അധികം ഭയക്കേണ്ടത്. ടൂർണമെന്റിലെ ഇതുവരെയുള്ള പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ പലരും വരാനിരിക്കുന്ന പരമ്പരകളിൽ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന്റെ നോട്ടപ്പുള്ളികളായ മാറുന്നതിനുള്ള സംശയമുണ്ട്. നിലവിൽ ഗംഭീറിന്റെ T20 പ്ലാനുകളുടെ ഭാഗമല്ലാത്ത ബാറ്റിംഗ് സെൻസേഷണൽ ശുഭ്മാൻ ഗിൽ, ഇടം കയ്യൻ ഓപ്പണർ സായി സുദർശൻ, സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ KL രാഹുൽ, വെടിക്കെട്ട് ബാറ്റർ അഭിഷേക് ശർമ്മ, പുതുമുഖ താരം പ്രിയാൻഷ് ആര്യ എന്നിവരാണ് സഞ്ജുവിന്റെ ഓപ്പണിംഗ് റോളിലേക്ക് മത്സര രംഗത്ത് ഇപ്പോഴുള്ളത്. T20-ലെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർമാരിൽ ഒരാൾ SSC ജയ്സ്വാൾ ആയിരിക്കുമെന്നും ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് പങ്കാളിയാവാനാണ് സഞ്ജു അടക്കം 6 പേർ പോരാടുന്നത്. നേരത്തെ T20-ലെ സ്ലോ ബാറ്റിംഗ് കാരണം ഏറെ വിമർശനങ്ങൾ നേരിട്ട താരമാണ് ഗിൽ. എന്നാൽ അവരുടെയെല്ലാം വായടപ്പിക്കുന്ന പ്രകടനമാണ് ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ കൂടിയായ ഗിൽ കാഴ്ചവെക്കുന്നത്. 10 മത്സരങ്ങളിൽ നിന്നും 162.02 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം 465 റൺസ് അടിച്ചെടുത്തു കഴിഞ്ഞു. 5 50+ സ്കോറുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. GTയുടെ ഓപ്പണറായ സായിയും ഈ ടൂർണമെന്റിൽ വൻ റൺ റേറ്റയാണ് നടത്തിയത്. ടോപ്പ് സ്കോറർ അടക്കമുള്ള ഓറഞ്ച് ക്യാപ്പ് പോരാട്ടത്തിൽ അദ്ദേഹം 2ാം സ്ഥാനത്തുണ്ട്. 10 മത്സരങ്ങളിൽ നിന്നും 154.12 സ്ട്രൈക്ക് റേറ്റിൽ സായി അടിച്ചെടുത്തത് 504 റൺസാണ്. 5 50+ സ്കോറുകളും ഉണ്ട്. ഓപ്പണിംഗ് മുതൽ എവിടെയും ബാറ്റ് ചെയ്യാൻ ശേഷിയുള്ള രാഹുലിനെയും ഈ IPL-ൽ മാരക ഫോമിലുണ്ട്. ഈ സീസണിൽ ഡൽഹി ക്യാപ്റ്റൻസിന്റെ ഭാഗമായ ശേഷം അദ്ദേഹം അവിശ്വസനീയമായ ഫോമിലാണ് ബാറ്റ് വീശുന്നത്. 9 മത്സരങ്ങളിൽ നിന്നും 146.06 സ്ട്രൈക്ക് റേറ്റിൽ 3 50കളടക്കം 371 റൺസ് രാഹുൽ സ്കോർ ചെയ്തു. ദീർഘകാലമായി T20 ടീമിന്റെ ഭാഗമല്ലെങ്കിലും അദ്ദേഹത്തെ തിരികെ വിളിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധ്യതയില്ല. വിക്കറ്റ് കീപ്പർ കൂടിയായതുകൊണ്ട് തന്നെ രാഹുലിന് പ്ലസ് പോയിന്റായി മാറുകയും ചെയ്യാം. സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി മികച്ച പ്രകടനമാണ് അഭിഷേക് നടത്തുന്നത്. 10 മത്സരങ്ങളിൽ നിന്നും 180.45 എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റിൽ 314 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിരിക്കുന്നത്. ഓരോ സെഞ്ചുറിയിലും 50 ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പഞ്ചാബ് കിങ്സ് ഓപ്പണറായ പ്രിയാൻഷ് വൈകാതെ തന്നെ ഇന്ത്യക്ക് വേണ്ടി T20-ൽ അരങ്ങേറ്റം കുറിക്കും. കന്നി സീസൺ കളിക്കുന്ന അദ്ദേഹം 10 മത്സരങ്ങളിൽ നിന്നും 196.59 സ്ട്രൈക്ക് റേറ്റിൽ ഓരോ സെഞ്ചുറിയും 50 അടക്കം 346 റൺസ് സ്വന്തം പേരിൽ ചേർത്ത് കഴിഞ്ഞു.